CUT UG വഴി ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അതിന്റെ ആപ്ലിക്കേഷൻ അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഏകദേശം 5ഓളം കോഴ്സുകളാണ് ടിസ് അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസ് എന്ന് പറയുന്നത്. ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏതൊക്കെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17th ജൂലൈ ആണ്. 17th ജൂലൈ 5 മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് admission.tis.ac എന്നുള്ള വെബ്സൈറ്റിൽ കയറാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ക്യാമ്പസുകളിലാണ്, ടിസിന്റെ പല ക്യാമ്പസുകളുണ്ട്, ഇതിന് ഏതൊക്കെ ക്യാമ്പസുകളിലാണ് ഈ ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. 4-year ഹോണേഴ്സ് കോഴ്സ് ആണത്. തുൽജാപൂർ ക്യാമ്പസിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 40ഓളം സീറ്റാണ് ആ ഒരു കോഴ്സിനുള്ളത്. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. അപ്പൊ ഇത് രണ്ട് എഴുതിയാൽ നിങ്ങൾ അവിടെ അഡ്മിഷന് ആ ഒരു കോഴ്സിന് എലിജിബിൾ ആണെന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഈ BSW തന്നെയാണ്, ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്ക് തന്നെയാണ്. ഇത് മുംബൈ ക്യാമ്പസിലാണ് വരുന്നത്. 4-year ഹോണേഴ്സ് ആണത്, അത് ആ ഒരു കോഴ്സിന്റെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യക്ക് എന്ന് പറയാൻ 30 സീറ്റ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്ന കോഴ്സാണ് BA ഇൻ സോഷ്യൽ സയൻസ്. ഇത് വരുന്നത് തുൽജാപൂർ ക്യാമ്പസിലാണ്. ഏകദേശം 40 സീറ്റാണ് വരുന്നത്. ഹോണേഴ്സ് കോഴ്സ് തന്നെയാണ്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു കോഴ്സാണ് BA ഇൻ സോഷ്യൽ സയൻസ്. ഇത് വരുന്നത് ഗുവാഹത്തി ക്യാമ്പസിലാണ്. 4-year ഹോണേഴ്സ് കോഴ്സാണ്. ഇന്ത്യക്ക് 50 സീറ്റാണ് ആ ഒരു കോഴ്സിനുള്ളത്. അതിൽ ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്ന ചോദിക്കുന്ന സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് ആണ്. BS ഇൻ അനലിറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്. ഇത് വരുന്നത് മുംബൈ ക്യാമ്പസിലാണ്. ഇതിന്റെ സീറ്റ്സ് എന്ന് പറയുന്നത് 30 സീറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ സെക്ഷൻ 1 ലാംഗ്വേജ് എന്നും ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതണം എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ നമ്മളുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാർക്ക് 150 അബോവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ടിസ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ PGയിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ടിസ് ക്യാമ്പസ് എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഹൈ ആണ്. കമ്പാരേറ്റീവ്ലി ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹൈ പ്ലേസ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് CUT ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.